എത്ര വേദനിച്ചാലും ചിലർ പിന്നെയും സ്നേഹിക്കുന്നത് വിഡ്ഢിയായതുകൊണ്ടല്ല, വെറുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം എന്താണ് എന്ന് അവർ തെളിയിച്ചു തരും. തിരുത്താൻ കഴിയാത്ത തെറ്റുകളല്ല ആരെയും നശിപ്പിച്ചിട്ടുള്ളത്, തിരുത്താമായിരുന്നിട്ടും തിരുത്താൻ കൂട്ടാക്കാത്ത തെറ്റുകളാണ്. സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നേയുള്ളൂ, അതാണ് സാഹചര്യം. ആഗ്രഹിച്ച പോലെ ആടിത്തീർക്കാൻ കഴിയാത്ത വേഷം മാത്രമാണ് ജീവിതം. ജീവിതത്തിൽ ഓരോ ബന്ധങ്ങളും ഓരോ പാഠങ്ങളാണ്. ഏതു വേണം ഏതു വേണ്ട എന്ന് തീരുമാനമെടുപ്പിക്കാൻ പഠിപ്പിക്കുന്ന പാഠം. മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ. എന്താവും എന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നുവെന്ന് വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. ഭർത്താവിൻ്റെ വീട് സ്വർഗമാക്കുന്നത് ചെന്ന് കയറുന്ന പെണ്ണിൻ്റെ കഴിവാണ് എന്ന് പറയുന്നത് വെറുതെയാണ്. വീട്ടിലുള്ളവരുടെ സ്വഭാവം മോശമാണെങ്കിൽ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. ചെറിയ ചെറിയ വാശികൾ നല്ലതാണ്. ആരെയും തോൽപ്പിക്കാനല്ല, നമുക്ക് ജയിക്കാനുമല്ല, സ്വന്തം നിലപാടിൽ ജീവിക്കാൻ. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ ആർക്കും കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കത് കേവലം വാക്കുകൾ മാത്രമായിരിക്കാം. പക്ഷേ ചിലർക്ക് ആ വാക്കുകൾ പ്രതീക്ഷകളാവാം, സ്വപ്നങ്ങളാവാം. വിശ്വാസവും ശ്വാസവും ഒരുപോലെയാണ്. ഒരിക്കലും നിലച്ചാൽ പിന്നെ അതിന് ജീവൻ ഉണ്ടാവില്ല. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും കരയരുത്. കാരണം അവർ നമ്മളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു. പലതും മറക്കാം, എന്നാലും ചിരിച്ച മുഖത്തോടെ ചതിച്ചവരെ ഒരിക്കലും ആരും മറക്കില്ല. മനസ്സിൽ ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കാത്തവർക്കും കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവർക്കും കൂട്ടിനുള്ളതെന്നും വേദനകൾ മാത്രമായിരിക്കും. ജീവിതം ആരുടെയും മുന്നിൽ തോൽക്കുവാനുള്ളതല്ല, വിജയിച്ചു കാണിക്കുവാനുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മെ വെറുക്കുന്ന ആളുകൾക്ക് മുന്നിൽ. സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും. പക്ഷേ നമ്മുടെ മനസ്സ് നോവുമ്പോൾ ആർക്കും നോവുന്നോ അവരാണ് നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നത്. പരസ്പരം സംസാരമില്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. പരസ്പരം ബഹുമാനമില്ലെങ്കിൽ അവിടെ സ്നേഹമില്ല. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ആ ബന്ധം തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല. മരിച്ചവരാരും തിരിച്ചു വന്ന് മരണത്തിൻ്റെ കഥ പറയാത്തിടത്തോളം കാലം മനുഷ്യൻ്റെ അഹങ്കാരം അവസാനിക്കുന്നില്ല. മധുരം കഴിഞ്ഞാൽ തുപ്പിക്കളയുന്നതല്ല, കയ്പാണെങ്കിലും ഗുണമറിഞ്ഞു സേവിക്കുന്ന മരുന്ന് പോലെയാകണം ബന്ധങ്ങൾ. എല്ലാ മനുഷ്യൻ്റെയും ശക്തി അവരുടെ മനസ്സ് മാത്രമായിരിക്കും. അത് കൈവിട്ടു പോയാൽ എല്ലാം പരാജയം മാത്രമായിരിക്കും. അപൂർണതയിൽ വിരിയുന്ന ജനനം, പരിപൂർണതയിൽ കൊഴിയുന്ന മരണം, ഇടയിൽ ഒരൽപ്പം പ്രതീക്ഷയുടെ പൂക്കാലം. അതാണ് ജീവിതം. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അവർ ചെയ്തത് എല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തുവെക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുമ്പിലും അവർ കുറ്റം കണ്ടെത്തും. ജീവിതത്തിൽ സ്വയം മാറാൻ ആരും ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരെ മാറ്റാനാണ് കൂടുതൽ പേർക്കും താല്പര്യം. മരിക്കാനും ജീവിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ജീവിതത്തിൽ. അത് അനുഭവിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല.
ചില മനുഷ്യരിലും അങ്ങനെയാണ്. വാക്കുകൾ മധുരമെങ്കിലും പ്രവൃത്തികൾ കൈപ്പേറും. ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചന സ്നേഹിക്കുന്നവരോട് സ്നേഹമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയമാണ്. തനിച്ചാക്കി പോകില്ല എന്ന അമിത വിശ്വാസത്തിൽ ആരെയും ജീവന് തുല്യം സ്നേഹിക്കരുത്. മനുഷ്യനാണ്, സാഹചര്യം മാറുമ്പോൾ സ്വഭാവം മാറും. താങ്ക് യു ഫോർ വാച്ചിങ്.